രാം നാരായൺ രാം. ഇന്നത്തെ വിഷയം ധ്യാനം എങ്ങനെ ചെയ്യണം. ഈ ഭൂമിയിലെ ഹിന്ദു സനാതനികൾക്കും മുസ്ലിങ്ങളുമൊക്കെയും അല്ലാഹ് എന്ന പേര് അല്ലാഹുവിൻ്റെതാണെന്നത് ആരാണ് പറഞ്ഞത്? ഭഗവാൻ എന്ന പേര് ദൈവത്തിൻ്റേതാണെന്ന് ആരാണ് പറഞ്ഞത്? ഞാൻ ലക്ഷക്കണക്കിന് സനാതന ധർമ്മ വിശ്വാസികളോട് ചോദിച്ചു, നിങ്ങളുടെ പരമപിതാവിൻ്റെ ദൈവത്തിൻ്റെ യഥാർത്ഥ പേര് എന്താണ്? ഇന്നുവരെ ആരും അത് വ്യക്തമാക്കിയിട്ടില്ല. അസലി മാതാപിതാക്കൾ ആരാണ്? അവരുടെ പേര് എന്താണ്? അവരെ എന്തു പേരിൽ വിളിക്കണം? എൻ്റെ മഹാഗുരു പറഞ്ഞത്, ആരും ഗുരുവാണെങ്കിൽ ആ തന്നെ നമ്മുടെ ഗുരുവുമാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ ആരുമായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുകയാണോ അവരുടെ പേര് ഒരേപോലെയാണ്, അവരുടെ മാതാപിതാക്കളും ഒരേപോലെയാണ്. ഇത് ഒരു മരമാകട്ടെ, മനുഷ്യനാകട്ടെ, സകല സൃഷ്ടിക്കും പിറവിയേകിയ അതിമഹാനായ പരമാത്മാവാകട്ടെ, എല്ലാവരുടെയും പേര് രാം നാരായൺ രാം ഒരേപോലെയാണ്. ഒരു പേര്, ഒരേ ശബ്ദം, ഇതാണ് സകല മൂല്യത്തിൻ്റെയും അടിസ്ഥാനം. ഹിന്ദു മതവിശ്വാസികൾക്ക് സത്യവും അറിയില്ല, അസത്യവും അറിയില്ല. അല്ലാഹ് വിശ്വാസികൾ പറയുന്നത് അല്ലാഹ് മഹാനാണ് എന്നാണ്. ഒരാളെങ്കിലുമെങ്കിലും എന്നെ അല്ലാഹുമായി നേരിട്ട് സംസാരിക്കാൻ കഴിയുമോ? എന്നെ സമ്മതിക്കാൻ അനുവദിക്കുമോ? എനിക്ക് തെളിയിക്കുമോ അല്ലാഹ് എന്ന പേരാണ് യഥാർത്ഥം? അങ്ങനെ ആയാൽ ഞാൻ ഉടൻ തന്നെ അല്ലാഹുവിനെ അംഗീകരിക്കും. എന്നാൽ ഇന്നുവരെ ആരും എന്നെ സമീപിച്ചില്ല, ആരും ഇത് ചോദിച്ചില്ല. നിങ്ങൾക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടെങ്കിൽ എന്നെ അല്ലാഹുമായി നേരിട്ട് കണ്ടുമുട്ടാൻ സഹായിക്കുക. ഞാൻ രാം നാരായൺ വഴി അല്ലാഹുവിനെ കണ്ടുമുട്ടും. രാം നാരായൺ സംസാരിക്കുന്നു, രാം നാരായൺ കേൾക്കുന്നു, രാം നാരായൺ എല്ലാം നൽകുന്നു. ഒരിക്കൽ ശ്രമിച്ച് നോക്കൂ. വർഷങ്ങളായി അല്ലാഹു അക്ബർ എന്ന് പറയുന്നു, പക്ഷേ അല്ലാഹു വന്നോ? ഈ ഭൂമിയിൽ ഇതുവരെ എത്ര സംഭവങ്ങൾ നടന്നു? ഇസ്രായേലിൽ, അമേരിക്കയിൽ എന്തൊക്കെ സംഭവിച്ചു? സദ്ദാം ഹുസൈനെ കൊന്നുമാറ്റി അമേരിക്ക പൂർണ്ണമായും തകർന്നുവെന്ന് നോക്കൂ. പക്ഷേ ഞാൻ അതിനെ മാറ്റാൻ സാധിക്കും. ഞാൻ മോദിയോട് പറയും, അവർ അതിനെ മാറ്റും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകും എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. പ്രതിദിനം രാവിലെ ഉണർന്നാൽ ആദ്യം സ്നാനം ചെയ്യുക, രാം നാരായൺ ജപിക്കുക. അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ, വീട്ടിൽ വൃത്തിയാക്കുമ്പോൾ, പാത്രം കഴുകുമ്പോൾ, ഏതൊരു പ്രവൃത്തിയും ചെയ്യുന്ന സമയത്ത് രാം നാരായൺ ജപിക്കുക. സമയം നഷ്ടപ്പെടുത്തരുത്. പക്ഷേ രാം നാരായൺ പറയുന്നതിനോടൊപ്പം എല്ലാ പ്രവൃത്തികളും തുടരുക. രാം നാരായൺ ജപിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇത് ചെയ്യാൻ ശ്രമം വേണ്ട, പക്ഷേ അതിനാൽ ഊർജം ലഭിക്കും. ധനം സ്വയം ലഭിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം നടക്കാത്തവരാണോ? നിങ്ങൾ രോഗിയായോ, മനോവിഷമത്തിലോ? ആഴത്തിലുള്ള വിശ്വാസത്തോടെ ഹൃദയപൂർവ്വം രാം നാരായൺ ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും ആരോഗ്യവും വരും. ഇതിന് ചെലവ് ഒന്നുമില്ല. ഒരിക്കൽ പരീക്ഷിച്ചു നോക്കൂ. ആകാശം തന്നെയാണ് നമ്മുടെ ഗുരു. പ്രകൃതിയാകുന്നു സകല ജഗത്തും. അതിൻ്റെ പേര് രാം നാരായൺ രാം ആണ്. അവനാണ് നമ്മുടെ എല്ലാം. നിങ്ങൾ അവനെ പേരിൽ വിളിച്ചാൽ അവൻ വരും. നിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിക്കും. അല്ലാഹ് അല്ലാഹ് എന്നു പറയേണ്ട, രാം നാരായൺ രാം എന്നു പറയുക. പ്രകൃതിയുടെ നിയമം, ചിന്ത, വിദ്യാഭ്യാസം, മൂലസത്യം, ഇതെല്ലാം എല്ലാവർക്കും ലഭ്യമാണ്. ഇവയെല്ലാം സൗജന്യമാണ്. ഒരാളും ഒരു മതവുമായി ജനിച്ചിട്ടില്ല. എല്ലാവരും ആകാശധർമ്മംയാണ്. മനുഷ്യൻ്റെ ബുദ്ധിയെയാണ് യഥാർത്ഥ ദൈവം. അങ്ങനെ ആണെങ്കിൽ മതങ്ങൾ എന്തിന്? ഈ ഭൂമിയിൽ നിരവധി മതങ്ങൾ ഉണ്ട്. പക്ഷേ ഇപ്പോഴും ജനങ്ങൾ പട്ടിണിയിലാണ്. താങ്ങാനാവുന്ന വീടുകളില്ല, നല്ല സ്കൂളുകളും കോളേജുകളും ഇല്ല, ആശുപത്രികളും ഇല്ല. ഇതെന്ത് മതം?
നമുക്ക് സഹായം നൽകാത്ത മതം ആവശ്യമില്ല. അതിനാൽ എല്ലാവരും ഉണർന്നിരിക്കണം, ധ്യാനം ചെയ്യണം. ധ്യാനത്താൽ എല്ലാം ശരിയാക്കാൻ കഴിയും.